മൈറ്റ്. മോഡൽ വെർബ് മൈറ്റ്. മോഡൽ വെർബ് മൈറ്റ് എങ്ങനെയാണ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. മൈറ്റ് നമ്മൾ പല രീതിയിൽ പല ആശയത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം മൈറ്റ് ഒരു മോഡൽ വെർബ് ആയതുകൊണ്ടാണ്. മോഡൽ വെർബുകളുടെ പ്രത്യേകത അത് തന്നെയാണ്. പല രീതിയിൽ പല ആശയത്തിൽ നമുക്ക് യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില സമയത്ത് ഏത് ടെൻസുകളിൽ വരെ പോകണമെന്ന് തീരുമാനിക്കുന്നത് മോഡൽ വെർബുകളാണ്. അതുകൊണ്ട് തന്നെ മോഡൽ വെർബുകൾ പല രീതിയിൽ നമ്മൾ പല ആശയത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മൈറ്റ് നമ്മൾ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മൈറ്റിൻ്റെ ഒരാശയത്തിലുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. മൈറ്റ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ള സ്ട്രക്ചർ ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. മൈറ്റ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റിലെ സാധ്യതകൾ പറയുവാനായിട്ടാണ്. നമ്മൾ മൈറ്റ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ള സ്ട്രക്ചർ യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുള്ളത്. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം, നിങ്ങൾ കാണണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മൈറ്റ് നമ്മൾ പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ സാധ്യതകളും പറയുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കുറേ സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഓർക്കുക, പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ സാധ്യതകളും പറയുവാനായിട്ട് നമ്മൾ മൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. വളരെ കോമൺ ആണ്. കുറേ സെൻറ്റൻസ് നോക്കാം. ഐ മൈറ്റ് മേക്ക് ലസാനിയ ഫോർ ഡിന്നർ. ഡിന്നറിന് ഞാൻ ലസാനിയ ഉണ്ടാക്കിയേക്കാം. സാധ്യതയാണ്. ഡിന്നറിന് ഞാൻ ലസാനിയ ഉണ്ടാക്കും. സാധ്യതയാണ്. നിങ്ങൾ ഓർക്കുക, എൻ്റെ മലയാളത്തിൻ്റെ തർജ്ജിമ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഐഡിയ ആണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ ഇംഗ്ലീഷ് സെൻറ്റൻസും നമുക്ക് കറക്റ്റ് മലയാളത്തിലോട്ട് ആക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഐ മൈറ്റ് മേക്ക് ലസാനിയ ഫോർ ഡിന്നർ. ഡിന്നറിന് ഞാൻ ലസാനിയ ഉണ്ടാക്കിയേക്കാം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വി മൈറ്റ് ഗെറ്റ് മോർ സ്നോ ടുനൈറ്റ്. ഇന്ന് രാത്രിയിൽ നമുക്ക് കൂടുതൽ മഞ്ഞ് ലഭിച്ചേക്കാം. സാധ്യതയാണ്. സാധ്യത പറയുകയാണ്. വി മൈറ്റ് ഗെറ്റ് മോർ സ്നോ ടുനൈറ്റ്. നെക്സ്റ്റ്, ഐ മൈറ്റ് ബി ലേറ്റ്. ഞാൻ ലേറ്റായേക്കാം. സാധ്യത പറയുകയാണ്. ഐ മൈറ്റ് ബി ലേറ്റ്. ഞാൻ ലേറ്റായേക്കാം. ലേറ്റാകും. സാധ്യതയാണ്. ഓർക്കുക, ഐ മൈറ്റ് ബി ലേറ്റ്. ഇവിടെ മൈറ്റിന് ശേഷം വെർബ് ബി ആണ് വന്നിരിക്കുന്നത്. മൈറ്റിന് ശേഷം വെർബ് ബി, ഗെറ്റ്, ഹാവ്, ഡു ഒക്കെ സാധാരണയായിട്ട് കോമൺ ആയിട്ട് വരാറുള്ളതാണ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഐ മൈറ്റ് ബി ലേറ്റ്. ഞാൻ ലേറ്റായേക്കാം. നെക്സ്റ്റ്, ഷീ മൈറ്റ് ബി ആംഗ്രി. അവൾ ചൂടായേക്കാം. ഷീ മൈറ്റ് ബി ആംഗ്രി. അവൾ ചൂടായേക്കാം. ചൂടാകും. സാധ്യതയാണ്. ഷീ മൈറ്റ് ബി ആംഗ്രി. ദിസ് മൈറ്റ് ബി ഗുഡ്. ഇത് നല്ലതായേക്കാം. നല്ലതാകും. സാധ്യതയാണ്. ദിസ് മൈറ്റ് ബി ഗുഡ്. ഇറ്റ് മൈറ്റ് ബി ഇൻ മൈ ഡെസ്ക്. അതെൻ്റെ ഡെസ്കിൽ ഉണ്ടായേക്കാം. ഇൻ മൈ ഡെസ്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ഡെസ്കിൻ്റെ ഡ്രോയറിനകത്താണ്. ഡെസ്കിൻ്റെ പുറത്താണ് ഇരിക്കുന്നതെന്ന് സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ഓൺ മൈ ഡെസ്ക് എന്ന് പറയും. ഇറ്റ് മൈറ്റ് ബി ഇൻ മൈ ഡെസ്ക്. അതെൻ്റെ ഡെസ്കിനുള്ളിലാകാം. ഉണ്ടായിരിക്കാം. സാധ്യതയാണ്. ഇറ്റ് മൈറ്റ് ബി ഇൻ മൈ ഡെസ്ക്. നെക്സ്റ്റ്, ഹി മൈറ്റ് ഡു ഇറ്റ് ലേറ്റർ. അവനത് പിന്നീട് ചെയ്തേക്കാം. സാധ്യതയാണ്. ഹി മൈറ്റ് ഡു ഇറ്റ് ലേറ്റർ. ദേ മൈറ്റ് ഹാവ് ടൈം. അവർക്ക് സമയം ഉണ്ടായേക്കാം. ദേ മൈറ്റ് ഹാവ് ടൈം. നെക്സ്റ്റ്, വി മൈറ്റ് ഗെറ്റ് അവർ വാക്സിൻ സൂൺ. ഉടനെ തന്നെ നമുക്ക് നമ്മുടെ വാക്സിൻ ലഭിച്ചേക്കാം. സാധ്യതയാണ്. വി മൈറ്റ് ഗെറ്റ് അവർ വാക്സിൻ സൂൺ. നെക്സ്റ്റ്, ഐ മൈറ്റ് ബി വർക്കിംഗ് ലേറ്റ് ടുനൈറ്റ്. ഞാൻ ഇന്ന് രാത്രി വൈകി ജോലി ചെയ്തേക്കാം. മീൻസ് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്തേക്കാം. സാധ്യത പറയുകയാണ്. ഐ മൈറ്റ് ബി വർക്കിംഗ് ലേറ്റ് ടുനൈറ്റ്. നെക്സ്റ്റ്, ഇറ്റ് കുഡ് ഹാപ്പൻ. അത് സംഭവിക്കാം. ഇറ്റ് മേ ഹാപ്പൻ. അത് സംഭവിക്കാം. ഇറ്റ് മൈറ്റ് ഹാപ്പൻ. അത് സംഭവിക്കാം. ഇവിടെ നമ്മൾ കുഡും മേയും മൈറ്റും സാധ്യത പറയുവാനായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. കുഡും മേയും മൈറ്റും നമുക്ക് സാധ്യതകൾ പറയുവാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മൈറ്റാണ് പക്ഷേ ആളുകൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. കുഡ് യൂസ് ചെയ്ത് നമ്മൾ പറയുന്നത് സാധ്യത വളരെ കുറവുള്ള കാര്യങ്ങൾ പറയുവാനായിട്ടാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത്. മേ നമ്മൾ യൂസ് ചെയ്യുന്നത് നടക്കുവാനായിട്ട് നല്ല ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ
മേ യൂസ് ചെയ്യും. മൈറ്റ് യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നടക്കുവാനായിട്ടുള്ള ആ ഒരു ചാൻസിൻ്റെ അളവ് ഒരു 50%. അതാണ് ആ കുഡും മേയും മൈറ്റും യൂസ് ചെയ്ത് സംസാരിക്കുമ്പോഴുള്ള ഒരു ഐഡിയ. മൈറ്റാണ് കൂടുതലായിട്ടും ആളുകൾ യൂസ് ചെയ്യാറുള്ളത്. ഇറ്റ് മൈറ്റ് ഹാപ്പൻ, അത് സംഭവിക്കാം. നെക്സ്റ്റ്, ഷീ മൈറ്റ് ഹാവ് ടു സീ എ ഡോക്ടർ, അവൾക്ക് ഡോക്ടറിനെ കാണേണ്ടി വന്നേക്കാം. സാധ്യത പറയുകയാണ് ഷീ മൈറ്റ് ഹാവ് ടു സീ എ ഡോക്ടർ. ഇവിടെ മൈറ്റിന് ശേഷം ഹാവ് ടു വന്നിരിക്കുകയാണ്, വെർബ് ഫ്രേസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഹാവ് ടു ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇവിടുത്തെ മെയിൻ വെർബ് സീ ആണ്. ഷീ മൈറ്റ് ഹാവ് ടു സീ എ ഡോക്ടർ, അവൾക്ക് ഒരു ഡോക്ടറിനെ കാണേണ്ടി വന്നേക്കാം. നെക്സ്റ്റ്, ഷീ മൈറ്റ് ബി ഏബിൾ ടു സീ എ ഡോക്ടർ, അവൾക്ക് ഡോക്ടറിനെ കാണുവാനായിട്ട് കഴിഞ്ഞേക്കാം. സാധ്യതയാണ് ഷീ മൈറ്റ് ബി ഏബിൾ ടു സീ എ ഡോക്ടർ. നെക്സ്റ്റ്, ഇറ്റ് മൈറ്റ് ഗെറ്റ് സ്റ്റോളൻ, അത് മോഷ്ടിക്കപ്പെട്ടേക്കാം. ഇറ്റ് മൈറ്റ് ഗെറ്റ് സ്റ്റോളൻ, അത് മോഷ്ടിക്കപ്പെട്ടേക്കാം. ഇത് പാസീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. പാസീവ് വോയിസ് എന്ന് വെച്ചാൽ ആക്ഷനെ അല്ലെങ്കിൽ ആക്ഷൻ റിസീവ് ചെയ്യുന്ന റിസീവറെ എംഫസൈസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതി, ഒരു ശൈലിയാണ്. നമ്മുടെ ഭാഷയുടെ ഒരു ശൈലിയാണ്, അത്രയേ ഉള്ളൂ. ഇറ്റ് മൈറ്റ് ഗെറ്റ് സ്റ്റോളൻ, അത് മോഷ്ടിക്കപ്പെട്ടേക്കാം. മൈറ്റിൻ്റെ പാസീവ് വോയിസ് ആണ്. മൈറ്റിൻ്റെ പാസീവ് വോയിസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് മൈറ്റ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ള സ്ട്രക്ചറാണ്. ഇവിടെ മൈറ്റ് ബി അല്ല വന്നിരിക്കുന്നത്, മൈറ്റ് ഗെറ്റ് ആണ് വന്നിരിക്കുന്നത്. അമേരിക്കൻസ് ഇൻഫോർമലായിട്ട് സംസാരിക്കാൻ നേരത്തും ബിക്ക് പകരമായിട്ട് ഗെറ്റ് യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഗെറ്റ് വന്നിരിക്കുന്നത്. ഇറ്റ് മൈറ്റ് ഗെറ്റ് സ്റ്റോളൻ, അത് മോഷ്ടിക്കപ്പെട്ടേക്കാം. നെക്സ്റ്റ്, സമ്മൺ മൈറ്റ് സ്റ്റീൽ ഇറ്റ്, ആരെങ്കിലും അത് മോഷ്ടിച്ചേക്കാം. ഇത് ഞാനിപ്പോൾ പറഞ്ഞ സെൻറ്റൻസിൻ്റെ ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസിൽ എഴുതിയിരിക്കുകയാണ് സമ്മൺ മൈറ്റ് സ്റ്റീൽ ഇറ്റ്, അത് ആരെങ്കിലും മോഷ്ടിച്ചേക്കാം. നെക്സ്റ്റ്, ദേ മൈറ്റ് ക്യാൻസൽ ദ ഈവൻറ്റ്, അവർ ഈവൻറ്റ് ക്യാൻസൽ ചെയ്തേക്കാം. സാധ്യത പറയുകയാണ് ദേ മൈറ്റ് ക്യാൻസൽ ദ ഈവൻറ്റ്. ദ ഈവൻറ്റ് മൈറ്റ് ബി ക്യാൻസൽ, ഈവൻറ്റ് ക്യാൻസൽ ചെയ്തേക്കാം. ഇത് പാസീവ് വോയിസിൽ എഴുതിയിരിക്കുകയാണ്. തൊട്ട് മുമ്പുള്ള സെൻറ്റൻസിനെ പാസീവ് വോയിസിൽ എഴുതിയിരിക്കുകയാണ്. ദ ഈവൻറ്റ് മൈറ്റ് ബി ക്യാൻസൽഡ്, ഈവൻറ്റ് ക്യാൻസൽ ചെയ്തേക്കാം. നെക്സ്റ്റ്, ആർ യു ഗോയിങ് ടു ദ പാർട്ടി ടു നൈറ്റ്, ഇന്ന് രാത്രിയിൽ നീ പാർട്ടിക്ക് പോകുന്നുണ്ടോ? ആർ യു ഗോയിങ് ടു ദ പാർട്ടി ടു നൈറ്റ്? ഐ മൈറ്റ് ഗോ, പോയേക്കാം. സാധ്യത പറയുകയാണ് ഐ മൈറ്റ് ഗോ. ഡിപ്പെൻഡിങ് ഓൺ ഹൗ ഐ ഫീൽ ആഫ്റ്റർ വർക്കിന് ശേഷം എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ഹൗ ഐ ഫീൽ ആഫ്റ്റർ വർക്ക്. നെക്സ്റ്റ്, ഡു യു തിങ്ക് യു വിൽ ഫിനിഷ് ദ പ്രോജക്റ്റ് ഓൺ ടൈം, നീ പ്രോജക്റ്റ് കറക്റ്റ് സമയത്ത് തീർക്കുമോ? ഒരാളോട് അഭിപ്രായം ചോദിക്കുകയാണ്. ഡു യു തിങ്ക് യു വിൽ ഫിനിഷ് ദ പ്രോജക്റ്റ് ഓൺ ടൈം? ഐ മൈറ്റ് നീഡ് ആൻ എക്സ്ട്രാ ഡേ ടു കംപ്ലീറ്റ് ഇറ്റ്, എനിക്കത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ഒരു ദിവസം കൂടി വേണ്ടി വന്നേക്കാം. ഐ മൈറ്റ് നീഡ് ആൻ എക്സ്ട്രാ ഡേ ടു കംപ്ലീറ്റ് ഇറ്റ്. നെക്സ്റ്റ്, വിൽ യു ബി അറ്റ് ദ മീറ്റിംഗ് ദിസ് ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷം നീ മീറ്റിങ്ങിന് ഉണ്ടാകുമോ? വിൽ യു ബി അറ്റ് ദ മീറ്റിംഗ് ദിസ് ആഫ്റ്റർനൂൺ? ഐ മൈറ്റ് ബി എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റ്, ഞാൻ കുറച്ച് മിനിറ്റുകൾ ലേറ്റായേക്കാം. ദർ ഈസ് ട്രാഫിക് ഓൺ ദ വേ, വരുന്ന വഴിയിൽ ട്രാഫിക്കാണ്. ദർ ഈസ് ട്രാഫിക് ഓൺ ദ വേ. നെക്സ്റ്റ്, എനി പ്ലാൻസ് ഫോർ ദ വീക്കെൻഡ്, വീക്കെൻഡിന് എന്തെങ്കിലും പദ്ധതികളുണ്ടോ? എനി പ്ലാൻസ് ഫോർ ദ വീക്കെൻഡ്? നോട്ട് ഷുവർ അറ്റ്, ഇതുവരെയായിട്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഐ മൈറ്റ് ജസ്റ്റ് റിലാക്സ് അറ്റ് ഹോം, ഞാൻ ചിലപ്പോൾ വീട്ടിൽ റിലാക്സ് ചെയ്തേക്കാം. സാധ്യത പറയുകയാണ് ഐ മൈറ്റ് ജസ്റ്റ് റിലാക്സ് അറ്റ് ഹോം. നെക്സ്റ്റ്, യു മൈറ്റ് ബി റൈറ്റ്, നീ പറഞ്ഞത്, നിൻ്റെ അഭിപ്രായം, നിൻ്റെ ഒപ്പീനിയൻ ശരിയായേക്കാം. യു മൈറ്റ് ബി റൈറ്റ്. നെക്സ്റ്റ്, യുവർ ചൈൽഡ് മൈറ്റ് ഡു ബെറ്റർ വിത്ത് എ ഡിഫറെൻറ്റ് ടീച്ചർ, നിങ്ങളുടെ കുട്ടി വേറൊരു ടീച്ചറിൻ്റെ കീഴിൽ പഠിക്കുകയാണെങ്കിൽ ബെറ്റർ ആയേക്കാം. സാധ്യത പറയുകയാണ് യുവർ ചൈൽഡ് മൈറ്റ് ഡു ബെറ്റർ വിത്ത് എ ഡിഫറെൻറ്റ് ടീച്ചർ. നെക്സ്റ്റ്, ഇറ്റ് മൈറ്റ് ബി എ ഗുഡ് ഐഡിയ ടു ടെൽ യുവർ ഹസ്ബൻഡ്, നിൻ്റെ ഹസ്ബൻഡിനോട് അത് പറയുന്നത് നല്ലൊരു ഐഡിയ ആയേക്കാം, തീരുമാനമായേക്കാം. ഇറ്റ് മൈറ്റ് ബി എ ഗുഡ് ഐഡിയ ടു ടെൽ യുവർ ഹസ്ബൻഡ്. നെക്സ്റ്റ്, ഷീ മൈറ്റ് കം, അവൾ വന്നേക്കാം.
സാധ്യതയാണ്. ഷീ മൈറ്റ് കം, അവൾ വന്നേക്കാം. ഐ മൈറ്റ് ബി എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റ്, ഞാൻ കുറച്ച് സമയം വൈകിയേക്കാം, സാധ്യതയാണ്. ഐ മൈറ്റ് ബി എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റ്. നെക്സ്റ്റ്, ദേ മൈറ്റ് ബി ടോളർ ദാൻ യു, അവർ നിന്നെക്കാട്ടിൽ പൊക്കമുള്ളവരാകാം, സാധ്യതയാണ്. ദേ മൈറ്റ് ബി ടോളർ ദാൻ യു. നെക്സ്റ്റ്, ഷീ സെഡ് ദാറ്റ് ഇറ്റ് മൈറ്റ് ബി ട്രൂ, അത് സത്യമാകാമെന്ന് അവൾ പറഞ്ഞു. ഷീ സെഡ് ദാറ്റ് ഇറ്റ് മൈറ്റ് ബി ട്രൂ. ഇവിടെ മൈറ്റ് മേയുടെ പാസ്റ്റായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അതായത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ മൈറ്റ് മേയുടെ പാസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓർക്കുക, സെയിം ആശയം തന്നെയാണ്, സാധ്യത തന്നെ പറയുവാനായിട്ടാണ്. ഷീ സെഡ് ദാറ്റ് ഇറ്റ് മൈറ്റ് ബി ട്രൂ, അത് സത്യമാകാമെന്ന് അവൾ പറഞ്ഞു. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ പിന്നീട് അത് വേറൊരാളടുത്ത് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഷീ സെഡ് ദാറ്റ് ഇറ്റ് മൈറ്റ് ബി ട്രൂ, അത് സത്യമാകാമെന്ന് അവൾ പറഞ്ഞു. നെക്സ്റ്റ്, ഷീ സെഡ് ദാറ്റ് ഷീ മൈറ്റ് ഗോ ടു ദ പാർട്ടി, അവൾ പാർട്ടിക്ക് പോയേക്കാമെന്ന് അവൾ പറഞ്ഞു. ഷീ സെഡ് ദാറ്റ് ഷീ മൈറ്റ് ഗോ ടു ദ പാർട്ടി. നെക്സ്റ്റ്, ഹീ സെഡ് ഹീ മൈറ്റ് നോട്ട് ബി ബാക്ക് അണ്ടിൽ ടുനൈറ്റ്, രാത്രിയാകാതെ അവൻ തിരിച്ചു വരില്ല എന്ന് അവൻ പറഞ്ഞു, സാധ്യതയാണ്. ഹീ സെഡ് ഹീ മൈറ്റ് നോട്ട് ബി ബാക്ക് അണ്ടിൽ ടുനൈറ്റ്.